40 വർഷം ഇബാദത്ത് ചെയ്ത ഒരാൾ പടച്ചറബിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പടച്ചറബ് ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, പടച്ചറബേ, 40 വർഷം ഇബാദത്ത് ചെയ്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പടച്ചറബ് ഒന്ന് തുലാസിൽ തൂക്കുകയാണ്. തുലാസിന്റെ ഒരു ഭാഗത്ത് ഇദ്ദേഹം ചെയ്ത ഇബാദത്തും മറ്റൊരു ഭാഗത്ത് പടച്ചറബ് ഇദ്ദേഹത്തിന് കൊടുത്ത റഹ്മത്തിന്റെ ചെറിയൊരു ഭാഗവും തൂക്കി നോക്കുകയാണ്. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ കനം തൂങ്ങിയത് പടച്ചറബിന്റെ റഹ്മത്ത് തന്നെയായിരുന്നു. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രക്കും വലുതാണ്. നാം തെറ്റ് ചെയ്തിട്ടും നാം അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് പോലും നമുക്കിവിടെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു തന്നില്ലേ? നമുക്കിവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിയില്ലേ? അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ളത് ആ റഹ്മത്ത് നേടിയെടുക്കാനുള്ള ദിനരാത്രങ്ങളാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ റഹ്മത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസം തീരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടുതൽ നേടിയെടുക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ നാം പെടണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.